അതിൽ അവൻ അതിക്രമം കാണിച്ചില്ല. ആ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനങ്ങളും അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മോശമായൊരു പ്രവൃത്തി അവൻ പ്രവർത്തിച്ചിട്ടില്ല. മോശമായ ഒരു വാചകം, ഒരു വാക്ക് അവൻ ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ അവന് അല്ലാഹു നൽകുന്ന പ്രതിഫലമെന്താണ്? അവന്റെ മാതാവ് അവനെ പ്രസവിച്ചതുപോലെ ഒരു ജന്മം അല്ലാഹു തആല അവന് നൽകുന്നതാണ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് ചെയ്ത ആളെ കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാതാവ് അവനെ പ്രസവിപ്പിക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യന് ദുനിയാവിൽ ജന്മമുണ്ടാകുന്നത്. അപ്പോഴാണല്ലോ അവൻ ജനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആദരവായ പ്രവാചകൻ ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ജനിച്ചു എന്നാണ്. അവൻ ഉമ്മ പ്രസവിച്ചതുപോലെയായി, അഥവാ അവൻ ജനിച്ചു. എങ്ങനെ അവൻ ജനിച്ചു? അവന്റെ പുനർജന്മം എങ്ങനെയാ? അവന്റെ ആത്മീയമായ നിലയിൽ അവൻ പുനർജനിച്ചിരിക്കുന്നു. ആത്മാവിന് ജീവൻ കിട്ടിയിരിക്കുന്നു. ആത്മീയമായ നിലയിൽ അവൻ പുനർജനിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒരാള് ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്തിട്ട് നാട്ടിൽ നിന്നും വിശുദ്ധ കൈമാറയത്തിലേക്ക് ഹറമിലേക്ക് അവൻ പുറപ്പെടുമ്പോൾ അവൻ അവിടെ വെച്ച് മരിക്കുകയാണ്. ഹറമിൽ വെച്ച് അവൻ മരിക്കുകയാണ്. പോയ ആളല്ല മടങ്ങി തിരിച്ചു വരുന്നത്. പോയ ആള് മരിച്ചു. ആ മരിച്ചതിന്റെ അടയാളം എന്താ? ഒരാൾ മരണപ്പെടുമ്പോൾ അവനെ അണിയിപ്പിക്കുന്ന കഫൻ പുടവയാണ് ഹജ്ജിൽ അവൻ ധരിക്കേണ്ടത് എന്നതാണ്. വെള്ളവസ്ത്രം ഒന്ന് ഉടുക്കാനും ഒന്ന് പുതയ്ക്കാനും. ഇതാർക്കാ ഉള്ളത്? വെള്ളവസ്ത്രം ഉടുക്കുകയും പുതപ്പിക്കുകയും ചെയ്യുന്നത് ആരെയാ? മരണപ്പെട്ട് കിടക്കുന്ന ഒരാൾക്കാണ് വെള്ളവസ്ത്രം പുതപ്പിക്കുകയും അണിയിക്കുകയും ചെയ്യപ്പെടുന്നത്